നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കർക്കിടക മാസത്തിലെ കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ കാർത്തികയ്ക്ക് ആടി കൃത്തിക എന്നും പറയാറുണ്ട്. വളരെയധികം വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. എല്ലാ മാസവും കാർത്തിക നക്ഷത്രം വരാറുണ്ടെങ്കിലും വർഷത്തിൽ വരുന്ന 3 കാർത്തിക വളരെയധികം പ്രാധാന്യമാണ്. ഒന്ന് മകരമാസത്തിൽ വരുന്ന കാർത്തികയാണ്. അതിന് തൈ കൃത്തിക എന്നാണ് പറയാറുള്ളത്. രണ്ടാമത്തേത് കർക്കിടക മാസത്തിൽ വരുന്ന കാർത്തിക, അതിന് ആടി കൃത്തിക എന്നാണ് പറയുന്നത്. മൂന്നാമതായി തൃക്കാർത്തിക. മകരമാസത്തിലെ കാർത്തികയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഉത്തരായന കാലത്തിലെ ആദ്യത്തെ മാസമായ മകരത്തിൽ വരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു കാർത്തികയുടെ പ്രത്യേകത ദക്ഷിണായന കാലത്തിലെ ആദ്യത്തെ മാസമായ കർക്കിടകത്തിൽ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനലിൽ മെമ്പേഴ്സ് ആകാൻ ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് മെമ്പേഴ്സ് ആകാവുന്നതാണ്. മെമ്പേഴ്സ് ഉള്ള വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം 2026 ഓഗസ്റ്റ് 6-ാം തീയതി സന്ധ്യയ്ക്ക് 6:20 കാർത്തിക നക്ഷത്രം ആരംഭിക്കുന്നത്. ഓഗസ്റ്റ് 7-ാം തീയതി വെള്ളിയാഴ്ച 4 മണിക്ക് കാർത്തിക നക്ഷത്രം അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കാർത്തിക വ്രതം എടുക്കുന്നവരാണെങ്കിലും കാർത്തിക നക്ഷത്ര ദിവസം മുരുകനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് വേണം പൂജകളൊക്കെ തന്നെ ചെയ്യേണ്ടത്. കാരണം എപ്പോഴും കാർത്തിക നക്ഷത്രത്തിന്റെ വഴിപാടുകൾ സന്ധ്യാസമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിൽ തന്നെ മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ഒരു ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റ് 6-ാം തീയതി വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് 6:20 ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടകം രാശിയിൽ ഗുരു ഭഗവാനും സൂര്യഭഗവാനും അതുപോലെ തന്നെ ചന്ദ്രനും സഞ്ചാരം ചെയ്യുന്ന ഒരു നിലയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഗുരു, സൂര്യൻ, ചന്ദ്രൻ ഈ 3 പേരെയും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു വഴിപാട് കൂടിയാണ് ഈ കർക്കിടക മാസത്തിലെ ഈ ആടി കാർത്തിക വഴിപാട് എന്ന് പറയുന്നത്. സന്ധ്യയ്ക്ക് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ മാത്രം ഏപ്രിൽ 7-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ ചെയ്യാവുന്നതാണ്. വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയ 6 കിണ്ണങ്ങളാണ് വേണ്ടത്. ചെറിയ കോപ്പർ കിണ്ണങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ കോപ്പർ കിണ്ണങ്ങൾ തന്നെ വാങ്ങിക്കുക. കാരണം അത് നമുക്ക് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ, ഇപ്പോൾ വീടില്ലാത്തവരാണെങ്കിൽ അവർക്ക് വീടുണ്ടാവുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. അടുത്ത വർഷം വീടുണ്ടാകുമ്പോൾ ആ കോപ്പർ കിണ്ണത്തിൽ നമുക്ക് നമ്മുടെ വീടിനുള്ളിലേക്ക് ഗൃഹപ്രവേശം ചെയ്യുമ്പോൾ പല വസ്തുക്കളും, അരി, പരിപ്പ് മുതലായ വസ്തുക്കളൊക്കെ ഓരോ കിണ്ണങ്ങളിലാക്കി നമ്മൾ വീടിനുള്ളിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഈ കിണ്ണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം. ഭഗവാൻ ഈ ഒരു വഴിപാട് ചെയ്യുന്ന ആ കിണ്ണങ്ങൾ നമുക്ക് അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ നമ്മുടെ ഗൃഹപ്രവേശത്തിന് ഉപയോഗിക്കാൻ സാധിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് കോപ്പർ, അതായത് ചെമ്പ് ചെറിയ ബൗൾ വാങ്ങിയാൽ മതി. വളരെ ചെറിയ ബൗളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതാണ് ഏറ്റവും നല്ലത്. ഇനി അത് വാങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വീട്ടിൽ ഏത് തരത്തിലുള്ള ചെറിയ ബൗളാണോ ഉള്ളത്, വളരെ ചെറിയ ബൗളിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ചെറിയ മൺപാത്രം എടുക്കുക. ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് കോപ്പർ കിണ്ണമാണ്. അത് വാങ്ങാൻ ഒട്ടും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മാത്രം മൺപാത്രം എടുക്കുക. ഇനി നമ്മൾ ആ കോപ്പർ പാത്രത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, പച്ചരിയൊക്കെ നമ്മുടെ വീട്ടിൽ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇടിയപ്പം, അപ്പം ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പൊടിച്ചു വെച്ചിരിക്കുന്ന ആ പച്ചരി മാവാണ് വേണ്ടത്. അതായത് വറുക്കാത്ത മാവ് വേണ്ടത്. അതിൽ കുറച്ച് ശർക്കര കൂടി മിക്സ് ചെയ്ത് ഈ 6 കിണ്ണങ്ങളിലും നിറയ്ക്കുക. എന്നിട്ട് അതിന് മുകളിൽ ആ ശർക്കരയും മാവും കൂടി വെച്ചിട്ടുള്ള ആ കിണ്ണത്തിന് മുകളിലായിട്ട് ഒരു താമര വിടർത്തി വെച്ച് ആ താമരയുടെ നടുക്കായിട്ട് ഓരോ വെള്ളി നാണയമാണ് ഇടേണ്ടത്. വെള്ളി നാണയം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെള്ളി നാണയം ഇടുക. 1 ഗ്രാമിന്റെയോ 1/2 ഗ്രാമിന്റെയോ എന്താണോ നമ്മുടെ വീട്ടിലുള്ളത് അത് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ വീട്ടിൽ വെള്ളി നാണയമേ ഇല്ല എന്നുണ്ടെങ്കിൽ 1 രൂപയുടെ കോയിൻസ് ഇടാവുന്നതാണ്. അത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ വെള്ളി നാണയം ഇടുക എന്നുള്ളതാണ്. ഇനി ഇതെവിടെയാണ് വെക്കേണ്ടത്? നമുക്കൊരു ഷഡ്കോണ കോലമാണ് വരയ്ക്കേണ്ടത്. ഷഡ്കോണ കോലം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, തിരിച്ചൊരു ട്രയാങ്കിൾ വരയ്ക്കുക. അപ്പോൾ 6 കോർണേഴ്സ് വരും. അതുകൊണ്ടാണ് ഷഡ്കോണ കോലം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു 6 കോർണറുകളിലുമാണ് നമ്മൾ ഈ കിണ്ണങ്ങൾ വെക്കുന്നത്. കിണ്ണത്തിനുള്ളിൽ പച്ചരിയും ശർക്കരയുമാണ്
ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. അതിന് മുകളിലാണ് താമര കുത്തി വെക്കുന്നത്. താമരയുടെ നടുക്കാണ് കോയിൻ വെക്കേണ്ടത്. അപ്പൊ അതാണ് 6 കോണുകളിൽ വെക്കുന്നത്. സാധാരണ നമ്മൾ ദീപം കൊളുത്തി വെക്കാറുണ്ട്. കുറച്ച് വലിയൊരു കോലം തന്നെ വരയ്ക്കുക. പൂജാമുറിയിൽ അതിനുള്ള സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ ഹാളിൽ വരയ്ക്കാം. പക്ഷെ അവിടെ നമ്മൾ ചവിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ലതുപോലെ പനിനീരൊഴിച്ച് തുടച്ചു വൃത്തിയാക്കണം. ആ കോലം നമ്മൾ തുടച്ചു മാറ്റുന്നത് വരെ ആരും തന്നെ അവിടെ ചവിട്ടാനും അനുവദിക്കരുത്. വലിയ കോലം വരച്ചിട്ട് നടുക്ക് ഓം എഴുതുന്നിടത്ത് ഒരു വാഴയിലയോ അല്ലെങ്കിൽ ബ്രാസ് പ്ലേറ്റോ ഇട്ട് അതിന് പുറത്ത് കുറച്ച് പച്ചരി ഇട്ട് നിലവിളക്ക് 5 തിരിയിട്ട് നെയ്യൊഴിച്ച് 5 തിരിയിട്ട് കൊളുത്തണം. നിലവിളക്കിന് റെഡ് കളറിലുള്ള വസ്ത്രമുള്ളവർക്ക് വസ്ത്രം കൂടി ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ നടുക്ക് വെച്ചിരിക്കുന്ന ആ നിലവിളക്ക് 5 തിരിയിട്ട നിലവിളക്കാണ് നമ്മൾ മുരുക ഭഗവാനായി കണ്ടുകൊണ്ട് പൂജകളൊക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ അഗ്നിദേവന്റെ നക്ഷത്രമാണ്. ചന്ദ്രൻ വളരെ ഉച്ചത്തിൽ നിൽക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തൃക്കാർത്തികയ്ക്ക് ദീപങ്ങൾ കൊളുത്തുന്നത് പോലെ നമുക്ക് ദീപങ്ങൾ കൊളുത്താൻ സാധിക്കും എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ദീപങ്ങളൊന്നും വീട്ടിൽ കൊളുത്തി വെക്കാൻ സാധിക്കില്ല. എന്നിരുന്നാലും സാധിക്കുന്ന രീതിയിൽ ഒരു 5 ഓ 10 ഓ ദീപങ്ങളൊക്കെ പഴയ ചിരാതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു 5 ഓ 10 ഓ ദീപങ്ങൾ കൊളുത്തി വെക്കാം. ഹാളിലും കൊളുത്തി വെക്കാം. അതുപോലെ തന്നെ കോലങ്ങൾ വരച്ചിടാവുന്നതാണ്. ആരും ചവിട്ടാത്ത സ്ഥലത്ത് വേണം കോലം വരച്ചിടേണ്ടത്. ഐശ്വര്യ കോലം വരയ്ക്കാം, താമരയുടെ കോലം വരയ്ക്കാം, ശംഖുചക്ര കോലം, ഇതൊക്കെ സ്റ്റെൻസിൽ ഉള്ളവർക്ക് ആ കോലങ്ങളൊക്കെ വരയ്ക്കാം. കോലത്തിന് ചുറ്റും വിളക്ക് വെക്കാം. അപ്പോൾ സാധിക്കുന്ന രീതിയിൽ വിളക്ക് വെച്ചാൽ മതി. ഇപ്പോൾ തൃക്കാർത്തിക അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് വിളക്ക് കൊളുത്തുമ്പോൾ മറ്റുള്ളവരൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള വിളക്കുകൾ കൊളുത്തുക. പുറത്തൊരു 5 ഓ 6 ഓ വിളക്ക് കൊളുത്തി വെക്കാം. ഹാളിലും ഒരു 5-6 വിളക്കുകൾ കൊളുത്തി വെക്കുക. കൗണ്ടിങ് ഒന്നുമില്ല, ഇത്ര എണ്ണം കൊളുത്തണം എന്നൊന്നുമില്ല. അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ കൊളുത്താം. എന്തിനാണ് നമ്മളിങ്ങനെ വിളക്ക് കൊളുത്തുന്നത് എന്ന് പറഞ്ഞാൽ, സൂര്യഭഗവാനും ഗുരുഭഗവാനും ഒരേ രാശിയിൽ സഞ്ചാരം ചെയ്യുമ്പോൾ നമ്മുടെ ആ വിളക്കിന്റെ പ്രകാശത്തിൽ നമുക്ക് ഈശ്വരനെ ആവാഹനം ചെയ്ത് എന്ത് പ്രാർത്ഥനയാണോ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അതിൽ നമുക്ക് വിജയമുണ്ടാകും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വിളക്കുകളൊക്കെ കൊളുത്തി വെച്ച് ഈ ഒരു പൂജ ചെയ്യുന്നത്. പൂജ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നാമം ചൊല്ലി നിവേദ്യമൊക്കെ സമർപ്പിക്കാൻ സാധിക്കും. അതിനു മുൻപ് ഉള്ള ആ ഒരു അറേഞ്ച്മെന്റ്സിനാണ് ഒരുപാട് സമയമെടുക്കുന്നത്. പൂജ ചെയ്യുന്നവർക്കെല്ലാം അറിയാമായിരിക്കും, പൂജ നമുക്കൊരു 15-20 മിനിറ്റിനുള്ളിൽ കഴിയും. പക്ഷെ 1-2 മണിക്കൂറാണ് നമ്മൾ അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുക്കേണ്ടത്. അതായത് എല്ലായിടത്തും വൃത്തിയാക്കി, വിളക്കുകളെല്ലാം റെഡിയാക്കി, കോലം വരയ്ക്കാനുണ്ടെങ്കിൽ കോലം വരച്ച്, അവിടെയൊക്കെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ 6:30-ക്കാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യേണ്ടത്. രാത്രി 9 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ചെയ്യാവുന്നതാണ്. മുരുകന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ മുരുകന്റെ ഫോട്ടോ വെച്ച് അതിന് മുന്നിലായിട്ട് ഷഡ്കോണ കോലം വരച്ച് ഷഡ്കോണ കോലത്തിന് നടുക്കായിട്ട് നിലവിളക്ക് വെക്കാവുന്നതാണ്. ഇനി ഏത് നാമമാണ് ചൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ കന്ദഗുരു കവചമാണ്. കന്ദഗുരു കവചം എല്ലാവർക്കും ചൊല്ലാൻ അറിയില്ലായിരിക്കും. അപ്പോൾ മൊബൈലിൽ ഓൺ ചെയ്ത് വീട്ടിലുള്ള എല്ലാവരെയും അടുത്തിരുത്തി എല്ലാവരും ഒന്നിച്ച് അത് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കന്ദഗുരു കവചം കേൾക്കുമ്പോൾ കുറച്ച് പൂക്കൾ എടുത്ത് ആ ഫോട്ടോയ്ക്കും അതുപോലെ തന്നെ നിലവിളക്കിനും അർച്ചന ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഏതൊക്കെ പൂക്കൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ മുല്ലപ്പൂക്കൾ, കൂവളയില, അരളിപ്പൂക്കൾ, ചുവന്ന നിറത്തിലുള്ള ഏതൊരു പൂക്കളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ പിച്ചിപ്പൂവിന്റെ സീസൺ ആണ്, പിച്ചിപ്പൂവും ഉപയോഗിക്കാവുന്നതാണ്. നാമമൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ കേട്ട് കഴിയുമ്പോൾ കന്ദഗുരു കവചം ചൊല്ലുന്നവരാണെങ്കിൽ അത് മാത്രം ചൊല്ലിയാൽ മതി. കേൾക്കുന്നവരാണെങ്കിൽ അതിനുശേഷം ഓം ശരവണ ഭവ 108 തവണ ചൊല്ലുക കൂടി ചെയ്യുക. അതിനുശേഷം ഒരു വെള്ള പേപ്പർ എടുത്ത് ഒരു ഗ്രീൻ ഇങ്കുള്ള പേന എടുത്ത് അതിൽ നമ്മുടെ ആ ഒരു പ്രാർത്ഥന, നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന എഴുതി വെക്കുക. എന്നിട്ട് ആ പേപ്പർ ചുരുട്ടി ഒരു യെല്ലോ കളർ നൂല് കൊണ്ട് അത് കെട്ടി മുരുക ഭഗവാന്റെ ഫോട്ടോയുടെ അടുക്കൽ തന്നെ വെക്കാവുന്നതാണ്. അടുത്ത വർഷം കാർത്തിക നക്ഷത്രം, അതായത് കർക്കിടകത്തിലെ കാർത്തികയ്ക്ക് മുൻപായി തന്നെ നമ്മുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും. നിവേദ്യമായിട്ട് നമുക്ക് ചെറിയ സ്ക്വയർ ഷേപ്പിലുള്ള ശർക്കര 8 എണ്ണം വാങ്ങി വെക്കാം. അതുപോലെ ഉഴുന്നുവട ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് 8 ഉഴുന്നുവട വെക്കാം. ലഡു വാങ്ങി വെക്കാം, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കാം. 8 എണ്ണമാണ് വെക്കേണ്ടത്. യെല്ലോ കളറിലുള്ള ലഡു വേണം വെക്കേണ്ടത്. പിന്നെ മെയിൻ ആയിട്ട് 8 മാവിളക്കാണ് നിവേദ്യമായി വെക്കേണ്ടത്. 8 മാവിളക്കും
വിളക്കിനെ ഫേസ് ചെയ്ത് നമ്മൾ ഫോട്ടോ വെച്ച് ഫോട്ടോയുടെ മുന്നിലാണ് വിളക്ക് വെച്ചിട്ടുള്ളത്. വിളക്കിനെയാണ് നമ്മൾ മുരുകനായി സങ്കല്പിച്ച് പൂജ ചെയ്യുന്നത്. അപ്പോൾ ആ നിലവിളക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് വേണം 8 മാവിളക്കും വെക്കേണ്ടത്. മാവിളക്ക് ഇതില് ഒഴിവാക്കാനാവാത്ത ഒരു കാര്യമാണ്. നമ്മൾ നിവേദ്യമായിട്ടാണ് മുരുകന് 8 മാവിളക്ക് ഇവിടെ വെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 8ന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ മുരുക ഭഗവാനെ അഗ്നി സ്വരൂപനായിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഈ 8 എന്ന നമ്പർ നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളെയും നേടിത്തരുന്ന ഒരു നമ്പർ കൂടിയാണ്. 8നും നമ്മൾ വെക്കുന്ന ഈ നിവേദ്യങ്ങൾക്കും അതുപോലെ മഹാലക്ഷ്മിക്കും ഒക്കെ നിറയെ കണക്ഷൻസ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ മുരുക വഴിപാടിലൂടെ നമുക്ക് അഷ്ട ഐശ്വര്യങ്ങളും ലഭിക്കും. അതിനാണ് നമ്മൾ ഈ 8 എന്ന സംഖ്യ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇനി പഴമോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ 8 എന്ന നമ്പറിൽ വെക്കാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി. പൂജയെല്ലാം കഴിഞ്ഞ് രാത്രിയിൽ 8 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിച്ചാൽ അതും വളരെ നല്ലതാണ്. അത് അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യുക. രാത്രിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം 8 പേർക്ക് അന്നദാനം കൊടുക്കുന്നതും നല്ല ഫലങ്ങൾ നൽകും. കാരണം നമുക്ക് ഈ പൂജ ചെയ്തതിന്റെ പൂർണ്ണമായ ഒരു ഫലം ലഭിക്കുന്നതിന് അന്നദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ആർക്കൊക്കെ ഈ പൂജ ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയമുണ്ടാകണം, മുന്നോട്ട് ഉയർച്ച ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ചെയ്യാം. അതുപോലെ തന്നെ പുതിയ വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം, പുതിയ വാഹനം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം, പുതിയ വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാം. ചിലർക്ക് വസ്തുവകകൾ പ്രശ്നം ഉണ്ടായിരിക്കും, അതായത് പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു വഴിപാട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഇടേണ്ട വസ്ത്രത്തിന്റെ നിറം എന്ന് പറയുന്നത്, പട്ടുവസ്ത്രമുണ്ടെങ്കിൽ പട്ടുവസ്ത്രം അണിയാവുന്നതാണ്. റെഡ് കളറാണ് അണിയേണ്ടത്. നെറ്റിയിൽ ചുവപ്പ് നിറത്തിലുള്ള കുങ്കുമം, അതായത് കുങ്കുമം 2 നിറത്തിലുണ്ട്. നല്ല റെഡ് നിറവുമുണ്ട്, മെറൂൺ നിറവുമുണ്ട്. അതിൽ റെഡ് നിറത്തിലുള്ള കുങ്കുമം വേണം നെറ്റിയിലും. അതുപോലെ മംഗലികൾ വകുപ്പിലും അത് തന്നെയാണ് അണിയേണ്ടത്. കുങ്കുമം അണിയാത്തവരാണെങ്കിൽ ചന്ദനത്തിൽ കുങ്കുമപ്പൂ അരച്ച് പൊട്ടുതൊടാവുന്നതാണ്. ഈ ഒരു ദിവസം തലയിൽ നിറയെ മുല്ലപ്പൂക്കൾ വെക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ നൽകും. വ്രതം എടുത്തുകൊണ്ടും വ്രതം എടുക്കാതെയും ഈ പൂജ ചെയ്യാവുന്നതാണ്. വ്രതം എടുത്തുകൊണ്ടാണ് ഈ പൂജ ചെയ്യുന്നതെങ്കിൽ ഉച്ചയ്ക്ക് അരിയാഹാരം കഴിക്കാൻ പാടില്ല. പാലും പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് രാത്രിയിൽ പൂജ ചെയ്തതിന് ശേഷം മാത്രം കുറച്ച് ചോറ് കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാവുന്നതാണ്. അല്ലാത്തവർ ഫ്രൂട്ട്സ് കഴിച്ചുകൊണ്ട് വ്രതം എടുക്കാം. അടുത്ത ദിവസം വ്രതം അവസാനിപ്പിക്കാം. തേഴ്സ്ഡേ വ്രതം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. തേഴ്സ്ഡേ വ്രതം എടുക്കുന്നവരാണെങ്കിലും വെള്ളിയാഴ്ച 4 മണിവരെ വ്രതം കണ്ടിന്യൂ ചെയ്യുന്നതും നല്ലതാണ്. അത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം ചെയ്യുക. ഇനി നമ്മൾ ഈ വെച്ച സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ആ കോപ്പർ കിണ്ണം നമുക്ക് സൂക്ഷിച്ചു വെക്കാം. ഭഗവാനോട് നമ്മുടെ ഗൃഹപ്രവേശത്തിന് ആ ഒരു കോപ്പർ കിണ്ണത്തിൽ അരി, പരിപ്പ് മുതലായ വസ്തുക്കളൊക്കെ ഇട്ട് ഗൃഹപ്രവേശം ചെയ്യാനുള്ള ഭാഗ്യം നൽകണം എന്ന് പ്രാർത്ഥിച്ച് സൂക്ഷിച്ചു തന്നെ വെക്കുക. അതിലിട്ട മാവും ശർക്കരയും കൂടി ഉറുമ്പിന് വേണം കൊടുക്കേണ്ടത്. വലിയ ആൽമര ചുവട്ടിലൊക്കെ ഉറുമ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഉറുമ്പില്ല എന്ന് പറയരുത്. എവിടെ ഉറുമ്പുണ്ടോ അവിടെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഉറുമ്പിന് കൊടുക്കുക. വെള്ളി നാണയം ആണ് വെക്കുന്നതെങ്കിലും കോയിൻസ് ആണ് വെക്കുന്നതെങ്കിലും ഒരു റെഡ് കളർ തുണിയിൽ പൊതിഞ്ഞു വേണം വെക്കേണ്ടത്. 1 വർഷം കഴിഞ്ഞ് നമുക്കത് തിരിച്ചെടുക്കാവുന്നതാണ്. താമര പൂക്കൾ വെള്ളത്തിൽ ഒഴുക്കി കളയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാവർക്കും അത് സാധിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ അത് ഉണങ്ങിയതിനു ശേഷം വേസ്റ്റിൽ കളയുന്നതാണ് നല്ലത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.